മുതലപ്പുഴയിലേക്കാണ്. അവിടെ ഇന്നലെ കായലിൽ വീണ് കാണാതായ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. അഞ്ചുതെങ്ങ് സ്വദേശി തോമസിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. റിസ്വാൻ ഹുസൈൻ വിവരങ്ങൾ നൽകും. റിസ്വാൻ, ഇന്നലെ ഉണ്ടായ അപകടമാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണോ തെരച്ചിൽ നടത്തി കണ്ടെത്തിയത്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ അവിടെ നിന്ന്? ദിൽസി, ഇന്നലെ വൈകുന്നേരം 5:30 മുതലപ്പുഴ കായലിനടുത്ത് ഈ അപകടം നടക്കുന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്ന മുതലപ്പുഴ സ്വദേശി പ്രവീണാണ് അപകടത്തിൽപ്പെട്ടത്. ഈ അപകടം എന്ന് പറയുന്നത് ഈ അപസ്മാരം വന്ന് പിന്നീട് കുഴഞ്ഞ് കായലിലേക്ക് വീഴുകയായിരുന്നു. പ്രവീണിനായുള്ള തെരച്ചിൽ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇന്നലെ നടത്തിയിരുന്നു. മാത്രമല്ല, ആറ്റിങ്ങലിൽ നിന്നുള്ള ഫയർഫോഴ്സ് സ്കൂബ സംഘം ഇന്നലെ ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. പക്ഷേ രാത്രി വെളിച്ചക്കുറവ് മൂലം പരിശോധന താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ പുലർച്ചെ 6 മണിയോടെ ഈ തെരച്ചിൽ നടത്തിയപ്പോഴാണ് മുതലപ്പുഴ ലേല ഹാളിന് സമീപത്ത് വെച്ച് ഈ മൃതദേഹം ലഭിക്കുന്നത്. എന്തായാലും നിലവിൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ശരി റിസ്വാൻ, അതിനൊപ്പം തന്നെ അവിടെ നിന്ന് അറിയേണ്ടത് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുകയായിരുന്നു. അതിന്നിപ്പോൾ 12ാം ദിനത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇന്നും തിരച്ചിൽ തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഏത് രീതിയിലുള്ള തിരച്ചിൽ, ആരൊക്കെ തിരച്ചിൽ എത്തുന്നുണ്ട്? ദിൽസി, ഞാനിപ്പോഴുള്ളത് മുതലപ്പുഴ ഹാർബറിലാണ്. ഇവിടെയാണ് കഴിഞ്ഞ 12 ദിവസമായി ഈ തെരച്ചിൽ തുടരുന്നത്. മുതലപ്പുഴ, അതുപോലെ തന്നെ വിഴിഞ്ഞം, കൊല്ലം, നീണ്ടകര എന്നിവിടങ്ങളിൽ 3 മത്സ്യത്തൊഴിലാളികളാണ് ജൂലൈ 31 കാണാതാവുന്നത്. ഈ 3 പേർക്കുമായുള്ള തെരച്ചിൽ 12ാം ദിവസവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ്, അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് എന്നിവർ ചേർന്ന്, മാത്രമല്ല മത്സ്യത്തൊഴിലാളികളും ചേർന്നാണ് ഈ തെരച്ചിൽ നടക്കുന്നത്. ഈ മുതലപ്പുഴയിൽ കാണാതായ ഷിജിനായി നാവികസേനയുടെ സ്കൂബ സംഘവും ഇവിടെ തെരച്ചിൽ തുടരുന്നുണ്ട്. ഇന്ന് 6 മണിക്ക് തന്നെ ഈ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ കാലാവസ്ഥ ശുഭകരമാണ്, നല്ല വെയിലുണ്ട്, മഴ മാറി നിൽക്കുന്നുണ്ട്. കാലാവസ്ഥ ശുഭകരമായതിൽ തന്നെ ആ പ്രതീക്ഷ തീർച്ചയായും ഈ സ്കൂബ സംഘവും നിലവിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. നിലവിൽ ആ അപകടം നടന്ന ഭാഗത്താണ് ആ സ്കൂബ സംഘം തെരച്ചിൽ നടത്തുന്നത്. നേവിയുടെ സ്കൂബ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് മുതലപ്പുഴയിലെ തെരച്ചിൽ നടത്തുന്നത്. മാത്രമല്ല, ഈ ഭാഗത്ത് ഇല്ലെങ്കിൽ തമിഴ്നാട് ഭാഗത്ത്, പ്രത്യേകിച്ച് ഈ രാമേശ്വരം, അതുപോലെ തന്നെ കന്യാകുമാരി ഭാഗത്തേക്ക് ഈ മൃതദേഹം ഒഴുകിപ്പോകാനുള്ള സാധ്യതയും ജില്ലാ ഭരണകൂടം നോക്കിക്കാണുന്നുണ്ട്. അത്തരത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ടുകൊണ്ട് തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ തെരച്ചിൽ അങ്ങോട്ടേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമവും നിലവിൽ നടത്തുന്നുണ്ട്. വിഴിഞ്ഞത്തേക്ക് പോവുകയാണെങ്കിൽ വിഴിഞ്ഞത്ത് ജോൺ മത്യാസുമായുള്ള തെരച്ചിലും ഇത്തരത്തിൽ കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ മറൈൻ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും ചേർന്നാണ് നടത്തുന്നത്. കൊല്ലം നീണ്ടകരയിൽ ഇന്ന് കഴിഞ്ഞ ദിവസം നാവികസേന അവിടെ എത്തിയിരുന്നു. ആദ്യം എത്തിയത് നാവികസേന കൊല്ലം നീണ്ടകരയിലാണ്. അവിടുത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചാണ് പിന്നീട് മുതലപ്പുഴയിലേക്ക് ഈ നാവികസേനയുടെ സ്കൂബ സംഘം എത്തുന്നത്. അവിടെയും കോസ്റ്റൽ പോലീസും കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും തന്നെയാണ് തെരച്ചിൽ നടത്തുന്നത്. മാത്രമല്ല, അവിടെ കാണാതായ ഗൗതം കൃഷ്ണയുടെ കുടുംബാംഗങ്ങളായ മത്സ്യത്തൊഴിലാളികളും ഈ സംഘത്തിൽ തെരച്ചിലിനായുണ്ട്. ഈ കൊല്ലത്ത് ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഫിഷറീസ് മന്ത്രി വലിയ രീതിയിലുള്ള പ്രതിഷേധം അദ്ദേഹത്തിന് നേരെ ഈ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് നീണ്ടകരയിൽ വലിയ രീതിയിൽ ഫിഷറീസ് മന്ത്രി ഇടപെട്ടില്ല എന്നുള്ളൊരു പരാതി ഉയർന്നിരുന്നു. ആ പരാതിക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് 11:30 ഫിഷറീസ് മന്ത്രി ഗൗതം കൃഷ്ണയുടെ വീട് സന്ദർശിക്കുമെന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കുടുംബത്തിനെ കാണാൻ ഇന്ന് ഫിഷറീസ് മന്ത്രി എത്തുന്നുമുണ്ട്. എന്തായാലും ഈ 3 പേർക്കുമായുള്ള തെരച്ചിൽ 12ാം ദിവസവും തുടരുകയാണ്.